ഒന്ന് ഞെട്ടിപ്പോയി. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിനകത്തുള്ള SFIയുടെ യൂണിറ്റ് ഓഫീസിനകത്ത് മാരകമായിട്ടുള്ള വടിവാള് പോലെയുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് പോലും അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് വിദ്യാർത്ഥികൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നുള്ളത്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ യഥാർത്ഥ SFI പ്രവർത്തകരാണെന്ന സത്യം ഈ കാബാലികർ മറന്നു പോവരുത്. എന്തിനാണ് ഈ വേട്ടയാടൽ നിങ്ങൾ ക്യാമ്പസിനകത്ത് നടത്തുന്നത്? എന്തിനാണ് ഈ ഗുണ്ടായിസം നിങ്ങൾ ക്യാമ്പസിനകത്ത് കൊണ്ടുവരുന്നത്? ആളാവാൻ വേണ്ടിയാണോ? ഷോ ഓഫിന് വേണ്ടിയാണോ? പാവപ്പെട്ട പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തണ്ട് കാണിച്ചല്ല SFI വളർന്നതെന്ന സത്യം ഇങ്ങനെയുള്ള കാബാലികന്മാർ തിരിച്ചറിയേണ്ടതാണ്. SFIക്ക് പറയാൻ ഒരുപാട് സത്യങ്ങളുണ്ട്, ഒരുപാട് പോരാട്ട വീര്യമുണ്ട്, വിപ്ലവ വീര്യമുണ്ട്, ഒരുപാട് സമരങ്ങളുണ്ട്. അങ്ങനെ വളർന്നു വന്നതാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. ആ വിദ്യാർത്ഥി സംഘടനക്ക് പേരുദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നവരെ പാർട്ടി SFIയിൽ നിന്നും പുറത്താക്കിയാണ് സംസ്ഥാന നേതൃത്വം മാതൃകയാവേണ്ടത്. പിരിച്ചുവിടൽ മാത്രമല്ല, ശക്തമായ താക്കീത് അവർക്ക് നൽകേണ്ടതുണ്ട്. നാളെ കടന്നു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തേക്ക് നാളെ കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഇവരെ മാതൃകയാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ SFIയുടെ ഭാവി എന്താകുമെന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട വസ്തുതയാണ് സമ്മാനിക്കുന്നുള്ളത്. വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് നിസ്സാര തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ തർക്കങ്ങൾ കലാപമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ SFIയുടെ യൂണിറ്റ് ഓഫീസിനകത്ത് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? വലിയ വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വസ്തുതാപരമായിട്ടുള്ള വലിയ വിഷയമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അവിടെ അഖിലിന്റെ അച്ഛൻ പറയുന്നുണ്ട്, കുത്തേറ്റ അഖിലിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മകൻ കഴിഞ്ഞ വർഷവും ഇവരുടെ കൊടിയ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് SFIയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് ആ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു, ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് അഖിലിന്റെ അച്ഛൻ ചന്ദ്രൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ നിരവധി തവണ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ അവർ വിളിക്കുന്ന സമരങ്ങൾക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം മുദ്രാവാക്യം വിളിച്ചവരെയാണ് അവർ ആക്രമിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയാതെ പോകരുത്. ഈ ക്രൂരത അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. ക്യാമ്പസിനകത്തുള്ള ഈ രാഷ്ട്രീയം, കൊലപാതകത്തിലേക്ക് വരെ കടന്നു പോകുന്ന ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ വിരൽ ചൂണ്ടേണ്ടത് അത്യാവശ്യമാണ്. SFIയുടെ സംസ്ഥാന നേതൃത്വം ഇന്നെടുത്ത തീരുമാനങ്ങളിൽ പലതും സ്വാഗതാർഹമാണെങ്കിൽ പോലും നടപടി കർക്കശമായിരിക്കണം, മാതൃകാപരമായിരിക്കണം. നാളുകളിൽ ഒരു വിദ്യാർത്ഥിയോട് പോലും ഈ ക്രൂരത കാണിക്കാൻ ഒരു SFIകാരനും തോന്നാത്ത വിധത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചു പോകുമ്പോൾ ആരാണ് അവിടെയുള്ള SFI യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നസീം നടു റോഡിൽ പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയാണ് നസീം. അങ്ങനെ ഒരു വിദ്യാർത്ഥി സമൂഹം കടന്നു വരാനുണ്ടായ സാഹചര്യം എവിടെയാണ്? ഗുണ്ടായിസം കാണിക്കുന്നു, ഗുണ്ടായിസത്തിലൂടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നു നസീമിനെ പോലെയുള്ള ആളുകൾ. നസീമാണ് ഇവിടെ അഖിലിനെ മർദ്ദിക്കാൻ മുന്നിലുണ്ടായത് എന്നുള്ള സത്യം മറന്നു പോകരുത്. നസീമിനെ പോലെയുള്ള ആളുകളെ SFIക്ക് ഇനി ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ സത്യത്തോടൊപ്പം കൂറുപുലർത്തി നീതിയോടൊപ്പം നിൽക്കുമോ SFIയുടെ സംസ്ഥാന നേതൃത്വം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.